കാത്തിരുന്ന് മുഷിച്ചിട്ടുണ്ടാവും അല്ലേ? ഇവരെ കിട്ടാൻ താമസിച്ചു. പ്രിയമുള്ളവരെ, ഇത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന വീഡിയോ അല്ല. ഏഷ്യാനെറ്റിന്റെ തലപ്പത്തുള്ള ആൾക്കാരുടെ അടുത്തും ബിഗ് ബോസിന്റെ തലപ്പത്തുള്ള ആൾക്കാർക്കും വേണ്ടി ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. നമ്മളെയാണല്ലോ മച്ചമ്പി. എന്താടാ ഈ സീസൺ 7ന്റെ ഫിനാലെ നടക്കുന്ന ദിവസം ദയവ് ചെയ്ത് എന്നെ അവിടേക്കൊന്ന് വിളിക്കുക. ഞാൻ അവിടെ വരാം, തീർച്ചയായിട്ടും ഞാൻ അവിടെ വരാം. ഞാൻ അവിടെ വരുന്നത് സീസൺ 5 എനിക്ക് ലഭിച്ച കപ്പ് കൊണ്ടായിരിക്കും ഞാൻ വരുന്നത്. നീ വിട്ടു, ഇത് എനിക്കുള്ള പണിയാ. അന്നേ ദിവസം നിങ്ങൾ എൻ്റെ കയ്യിൽ നിന്ന് കപ്പ് മേടിച്ച് തിരുവനന്തപുരത്തുള്ള ശോഭയ്ക്ക് കൊടുക്കുക. ശോഭ തിരുവനന്തപുരത്തിന് നിങ്ങൾ ദയവ് ചെയ്ത് ഈ കപ്പൊന്ന് കൊടുക്കുക. ആക്കല്ലേ എല്ലാം കൂടെ എനിക്കിട്ട് പണിയാൻ നോക്കിയാലേ മനസ്സിരിക്കത്തേ ഉള്ളൂ. അല്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു സമാധാനവും സ്വസ്ഥതയും എനിക്കോ നാട്ടുകാർക്കോ ബിഗ് ബോസിന്റെ പ്രേക്ഷകർക്കോ തരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നിർത്തിക്കോ, സകലതും ഈ നിമിഷം നിർത്തിക്കോ, ഇല്ലെങ്കിൽ ഈ ഭവൻ ആരാണെന്ന് നിങ്ങൾ അറിയും. കാരണം അത്രയേറെ ശല്യമാണ്. സീസൺ 5 കഴിഞ്ഞ അന്ന് മുതൽ ജയിച്ചത് ഞാനല്ല, ജയിച്ചത് ശോഭയാണെന്നും പറഞ്ഞ് ശോഭ കാണുന്ന ആൾക്കാരുടെ അടുത്ത് മൊത്തം നടന്ന് പറയുന്നുണ്ട്. നാണോ മാനോ ഇല്ലാത്ത വൃത്തികെട്ട ജന്തു. ഒന്നുകിൽ ഇതിന്റെ യാഥാർത്ഥ്യം ശോഭയ്ക്ക് മനസ്സിലായിട്ടില്ല. 3% വോട്ട് കിട്ടിയ ശോഭ 82% വോട്ട് കിട്ടിയ എൻ്റെ അടുത്ത് എനിക്ക് വോട്ട് ചെയ്ത പ്രേക്ഷകരെയും കോമാളിയാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു പരിപാടി ഏതാണ്ട് 2-2.5 വർഷം കൊണ്ട് കാണാൻ തുടങ്ങിയ. പക്ഷെ ഇതുപോലെ ഒരു അസൂയയും കുശുമ്പും കുന്നായ്മയും പിടിച്ച ഒരു വ്യക്തിയെ എൻ്റെ ജീവിതത്തിൽ നമ്മൾ ആരും കണ്ടിട്ടില്ല. അപ്പൊ ഈ 100 ദിവസത്തെ സാരിയും കൊണ്ട് അതിനകത്തേക്ക് പോകാനുണ്ടായിരുന്ന കാരണം അന്നത്തെ ഷോയുടെ തലപ്പത്തുണ്ടായിരുന്ന ആൾക്കാർ ഇന്നവർ ചാനലില്ല. അവർ ഈ ശോഭയ്ക്ക് നൽകിയിരുന്ന ഉറപ്പ് അങ്ങനെ ചിന്തിക്കാൻ പോലും പാടില്ല. എന്നെ വെച്ച് താരതമ്യം ചെയ്യുമ്പോൾ ഏതോ ഒരു പഴയ ഒരു കഞ്ചാവ് കേസുമായി ബന്ധപ്പെട്ടിട്ടൊരു വാർത്ത വന്നതിനപ്പുറത്തേക്ക് ഈ ശോഭയുടെ പേരൊന്നും ഒരു കുഞ്ഞിനും അറിയത്തില്ല. ഇതൊന്നും നമുക്ക് ആരാന്നൂലും എനിക്കൊന്നും അറിയത്തില്ലായിരുന്നു വരുമ്പോ. കിട്ടേണ്ടതൊക്കെ കിട്ടിയല്ലോ, സമാധാനമായല്ലോ.